ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാനും സംവിധായകനുമായ രഞ്ജിത്തിനെതിരായ ബംഗാളി നടിയുടെ പരാതിയിൽ ഡോക്യുമെന്ററി സംവിധായകൻ ജോഷി ജോസഫിന്റെ മൊഴി അല്പസമയത്തിനകം അന്വേഷണ സംഘം രേഖപ്പെടുത്തും. കൊച്ചിയിൽ വെച്ചാണ് മൊഴി രേഖപ്പെടുത്തുന്നത്. അർജുൻ മട്ടന്നൂർ നൽകും വിവരങ്ങൾ. അർജുൻ, ഏറ്റവും പ്രധാനം ഇത് 15 വർഷം മുൻപ് നടന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ശാസ്ത്രീയ തെളിവുകളുടെ ശേഖരണം അല്പം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് സാഹചര്യ തെളിവുകൾ ഒപ്പം ഈ SITയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യുന്നതിന് മുന്നോടിയായി തന്നെ പരമാവധി വിവരം ശേഖരിക്കുക എന്ന ലക്ഷ്യമിട്ടാണ് ഈ ഡോക്യുമെന്ററി സംവിധായകൻ ഉൾപ്പെടെയുള്ളവരുടെ മൊഴി രേഖപ്പെടുത്തുന്നത്. ആ സംഭവം നടന്ന സമയത്ത് തന്നെ ജോഷി ജോസഫിന് ഇക്കാര്യം അറിയാമായിരുന്നു. ഈ നടി പറഞ്ഞു തന്നെ ജോഷി ജോസഫിന് ഇക്കാര്യം അറിയാമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ ജോഷി ജോസഫിന്റെ മൊഴി രേഖപ്പെടുത്തുന്നത്. അല്ലേ, ലോക്കൽ പോലീസാണോ അതോ പ്രത്യേക അന്വേഷണ സംഘമാണോ മൊഴിയെടുക്കുക? വിനീത, പ്രത്യേക അന്വേഷണ സംഘം അല്പസമയത്തിനകം തന്നെ സംവിധായകൻ ജോഷി ജോസഫിൻ്റെ തമ്മണത്തെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. 4 മണിയോടുകൂടി AIG ജി പൂങ്കുഴിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ എത്തി മൊഴി രേഖപ്പെടുത്തും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാക്ഷി കൂടിയാണ് ജോഷി ജോസഫ്. പ്രധാനമായും 2009 ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ തൊട്ടടുത്ത ദിവസം തന്നെ ബംഗാളി നടി ഈ കാര്യം പങ്കുവച്ചത് തൻ്റെ സുഹൃത്തു കൂടിയായ ഡോക്യുമെൻ്ററി സംവിധായകനായ ജോഷി ജോസഫ് ആയിരുന്നു. അന്ന് ജോഷി ജോസഫ് തമ്മണത്തെ എനിക്ക് പിറകിൽ കാണുന്ന ഈ വീട്ടിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ സംഭവത്തിന് ശേഷം ജോഷി ജോസഫിൻ്റെ കൂടി സഹായത്തോടു കൂടിയാണ് അവർ വിമാന ടിക്കറ്റ് ഏർപ്പാടാക്കുന്നതും അതിനുശേഷം തിരിച്ചു പോകുന്നതും. എന്തായാലും ഈ സംഭവത്തിൽ ആദ്യം മാധ്യമങ്ങളിലൂടെ അവർ പ്രതികരിച്ചു. അതിനുശേഷം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് അവർ പരാതി നൽകി. ഇതിന് പിന്നാലെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സംവിധായകൻ രഞ്ജിത്തിനെതിരെ കടവന്ത്ര പോലീസ് കേസെടുത്തത്. അതായത് IPC 354 പ്രകാരമാണ് അന്ന് കേസെടുത്തത്. അതിനുശേഷം അത് പ്രത്യേക അന്വേഷണ സംഘം ഏറ്റെടുക്കുകയായിരുന്നു. ഇതിൽ ഈ നടിയുടെ രഹസ്യമൊഴി അടക്കം രേഖപ്പെടുത്താനുള്ള നീക്കത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം. അതിന് മുന്നോടിയായിട്ടാണ് ഈ സംഭവത്തിൽ ഈ നടി ഏറ്റവും ആദ്യം ഈ കാര്യങ്ങൾ പങ്കുവെച്ച തൊട്ടടുത്ത ദിവസം തന്നെ ഈ നടി കാര്യങ്ങൾ പങ്കുവെച്ച സംവിധായകനും സുഹൃത്തുമായ ജോഷി ജോസഫിൻ്റെ മൊഴി രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇതിനിടെ ഈ ആരോപണത്തിന് പിന്നാലെയാണ് സംവിധായകൻ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചത്. രഞ്ജിത്ത് മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിക്കാനുള്ള നീക്കമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അന്വേഷണങ്ങൾ, നിരവധി പരാതികൾ പ്രത്യേക അന്വേഷണ സംഘത്തിൽ ലഭിക്കുന്നു. ഈ പരാതികളിലൊക്കെ തന്നെ അന്വേഷണം വേഗത്തിലാക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. ഒരേ സമയം തന്നെ ഇത്തരത്തിൽ വിവിധ പരാതികൾ വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് ഈ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാക്ഷിയുടെ മൊഴി രേഖപ്പെടുത്താൻ പോകുന്നത്. ഇതിൻ്റെ ഭാഗമായി അല്പസമയത്തിനകം തന്നെ AIG ജി പൂങ്കുഴിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം തമ്മണത്തെ ജോഷി ജോസഫിൻ്റെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. 2009 പാലേരി മാണിക്യം എന്ന സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയാണ് ബംഗാളി നടിയെ സംവിധായകൻ രഞ്ജിത്ത് കൊച്ചിയിലേക്ക് വിളിച്ചു വരുത്തിയത്. അതിനുശേഷം കടവന്ത്രയിലുള്ള ഫ്ളാറ്റിൽ വെച്ചാണ് ഇത്തരത്തിൽ ലൈംഗിക അതിക്രമം ഉണ്ടായത്. ഈ സിനിമയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് എന്ന പേരിൽ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തുകയും അതിനുശേഷം ഇത്തരത്തിൽ മോശമായ രീതിയിൽ പെരുമാറുകയുമായിരുന്നു. ഇത് അന്ന് തന്നെ ജോഷി ജോസഫിനോടക്കം സംസാരിച്ചിരുന്നു. അവരൊക്കെ തന്നെ പരാതി നൽകാൻ അന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ നടി അതിന് മുതിർന്നില്ല. എന്തായാലും ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. അതിന് പിന്നാലെ അവർ പരാതിയുമായി മുന്നോട്ട് പോവുകയായിരുന്നു. ഈ പരാതിയിലാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം നടപടിയുമായി മുന്നോട്ട് പോകുന്നത്. വിനീത, അർജുൻ, എപ്പോഴായിരിക്കും സംവിധായകൻ രഞ്ജിത്തിനെ ചോദ്യം ചെയ്യുക? ഇത് സംബന്ധിച്ച കാര്യങ്ങളിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ടോ? തുടർ നടപടികൾ ഉടൻ തന്നെയുണ്ടോ? ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടിയിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. രഞ്ജിത്ത് ഇപ്പോൾ എവിടെയാണ് എന്ന കാര്യം വ്യക്തമല്ല. എന്തായാലും ഒരു ഭാഗത്ത് രഞ്ജിത്ത് അടക്കമുള്ള ഇത്തരത്തിൽ ആരോപണ വിധേയരൊക്കെ തന്നെ പല തരത്തിൽ ഹൈക്കോടതിയെ സമീപിച്ച് മുൻകൂർ ജാമ്യം ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതിന് മുന്നോടിയായി തന്നെ ഈ പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുക, പരമാവധി ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുക, അതോടൊപ്പം തന്നെ മറ്റ് സാക്ഷിമൊഴികൾ രേഖപ്പെടുത്തുക എന്നതാണ് ഈ അന്വേഷണ സംഘത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും വേഗത്തിൽ തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ ഇതിൽ തുടർ നടപടിയിലേക്ക് കടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ആദ്യഘട്ടത്തിൽ രഞ്ജിത്ത് ഈ ആരോപണങ്ങൾ നിഷേധിക്കുകയും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെക്കാൻ വിസമ്മതിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് രാഷ്ട്രീയ സമ്മർദ്ദം ഏറിയതോടെ, വിമർശനങ്ങൾ ഏറിയതോടുകൂടിയാണ് രഞ്ജിത്ത് ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചത്. ഇതിന് പിന്നിൽ കൃത്യമായ ഗൂഢാലോചനയുണ്ട് എന്നൊരു വാദമാണ് ഇപ്പോഴും രഞ്ജിത്ത് ഉയർത്തുന്നത്. എന്തായാലും ഇതിൽ ഹൈക്കോടതിയെ സമീപിക്കാൻ രഞ്ജിത്ത് അടക്കമുള്ളവർ ഒരുങ്ങുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനിടയിൽ തന്നെ ഇത്തരത്തിൽ പരമാവധി ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചുകൊണ്ട്
അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ലക്ഷ്യം. എന്തായാലും കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘത്തിൻ്റെ റിപ്പോർട്ട് തേടാൻ സാധ്യതയുണ്ട്. അപ്പോഴേക്കും പരമാവധി ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ സംഭവം നടന്നതിന് തൊട്ട് പിന്നാലെ ഈ സംഭവങ്ങളെക്കുറിച്ച് കൃത്യമായി ഈ നടി വിവരിച്ച മലയാളി കൂടിയായ സംവിധായകൻ, നടിയുടെ സുഹൃത്തും കൂടിയായ സംവിധായകൻ ജോഷി ജോസഫിൻ്റെ മൊഴി രേഖപ്പെടുത്തുന്ന നടപടിയിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നത്. ശരി, അല്പസമയത്തിനകം തന്നെ അന്വേഷണ സംഘം ജോഷി ജോസഫിന്റെ മൊഴിയെടുക്കുമെന്നാണ് അർജുൻ മട്ടന്നൂർ റിപ്പോർട്ട് ചെയ്യുന്നത്. മൊഴിയെടുക്കാൻ എത്തുന്ന മുറയ്ക്ക് നമുക്ക് അർജുനിലേക്ക് വീണ്ടും തിരിച്ചെത്താം. നമ്മൾ